ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ നമുക്കിതാ ഓണമൊക്കെ എത്താറായല്ലേ. അപ്പോൾ ഓണത്തിന് നമുക്ക് സദ്യ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണ് കേട്ടോ. അതുമല്ല നമ്മൾ ഓണത്തിന് എന്തായാലും മധുരപലഹാരം ഉറപ്പാണല്ലോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. പലഹാരം എന്നല്ല, ഒരു പായസം റെസിപ്പിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്, സിമ്പിൾ ആണ്, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. പെട്ടെന്ന് നമുക്ക് സദ്യയൊക്കെ ഉണ്ടാക്കി ഈ ഒരു ഐറ്റവും കൂടെ വെച്ച് നമുക്ക് അടിപൊളിയായിട്ടൊരു ഓണസദ്യ കഴിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. സൂപ്പർ ടേസ്റ്റ് ആണ്. ഒരു പപ്പടവും കൂടെ വെച്ച് പൊടിച്ചങ്ങ് കഴിച്ചാലുണ്ടല്ലോ, എൻ്റെ പൊന്നു, ഓണസദ്യ ഓണസദ്യ കിടുവായി കേട്ടല്ലോ. അപ്പം നമുക്ക് നല്ലൊരു അടിപൊളി റെസിപ്പി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 2 ഏത്തമ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ള അംഗത്തിൻ്റെ അനുസരിച്ച് നമുക്ക് കൂട്ടിയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ റൗണ്ടിലൊന്ന് കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ ഞാൻ രണ്ടും ഇതേപോലെ ഒന്ന് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. മസ്റ്റായിട്ടും വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. നമുക്ക് ഓണസദ്യക്ക് മാത്രമല്ല കേട്ടോ, ഈ ഏത്തമ്പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഇതിൽ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല, നെയ്യ് ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കൂടെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. അവർ സിമ്പിളായിട്ട് ഇത് കഴിച്ചോളുകയും ചെയ്യുവേ. അപ്പോൾ നമുക്കിനി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഏത്തമ്പഴം നമുക്ക് ഫുള്ളായിട്ട് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് തവി കൊണ്ട് നല്ലോണം അതൊന്ന് ഇളക്കി കൊടുക്കാമേ. നല്ലോണം ഇളക്കി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ടേക്കിനെ. മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി നമ്മുടെ ഏത്തമ്പഴത്തിലോട്ട് നെയ്യൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതായത് ഇത് ഫുള്ളായിട്ട് ഒന്ന് മുങ്ങി നിൽക്കുന്ന പരുവത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാമേ. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുമ്പോഴത്തേക്കും നല്ലോണം തിളയൊക്കെ വന്ന് ആ വെള്ളം ഏകദേശം ഒരു 1/4 ഭാഗവും വറ്റി തുടങ്ങും കേട്ടോ. ആ സമയമാണ് നമ്മൾ ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സമയം ഇതിലേക്ക് ഏത്തമ്പഴമെല്ലാം നല്ലോണം ഒന്ന് നെയ്യിലൊക്കെ ഒന്ന് പെരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാമേ. കണ്ടല്ലോ, ഇപ്പോൾ തന്നെ നല്ലോണം ഒന്ന് തിള വന്നിട്ടുണ്ട്. നമുക്കിനി അടച്ചു വെക്കുമ്പോഴത്തേക്കും ഈ ഏത്തമ്പഴമൊക്കെ നല്ലോണം ഒന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുവേ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഏത്തമ്പഴമൊക്കെ നല്ലോണം ഒന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ 1/4 ഭാഗത്തോളം വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ ഇത് വെള്ളം നല്ലോണം ഒന്ന് വറ്റി പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ഒരു 1/4 ഭാഗത്തോളം വെള്ളം വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ഭാഗത്തോളം ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കരയാണ്. 4 ടേബിൾ സ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കരയുടെ അളവ് കൂട്ടിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ മധുരത്തിനനുസരിച്ച് നമ്മൾ ശർക്കര ആഡ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വെള്ളം ഒരു 1/4 ഭാഗം ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ആദ്യമേ വെള്ളം വറ്റിപ്പോയത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ശർക്കരയോടൊപ്പം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ശർക്കരയൊക്കെ നല്ലോണം ഒന്ന് അലിഞ്ഞ് ആ പഴത്തിലോട്ട് നല്ലോണം ഒന്ന് പിടിച്ച് കിട്ടണം കേട്ടോ. പിടിച്ച് കിട്ടുന്ന സമയം നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാമേ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 3-4 ഏലക്ക ചതച്ചതിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിയാണുള്ളതെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടി ഇട്ട് കൊടുക്കാമേ. അതും കൂടെ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസോളം തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ. നല്ല കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ. കട്ടി തേങ്ങാപ്പാൽ 1/2 ഗ്ലാസ് ഉണ്ട്. അത് നമുക്ക് ഫുള്ളായിട്ട് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. നല്ലോണം തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് കുറുകാനായിട്ട് നിൽക്കണ്ട, കാരണം ഇത് ചൂടാറുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് കട്ടിയാകുമേ. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 ഭാഗത്തോളം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറുമ്പോഴത്തേക്കും ഇത് കട്ടിയാവും. അപ്പം കണ്ടല്ലോ,
ഒരു 1/4 ഭാഗത്തോളം നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം ഞാൻ ദാ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ സദ്യ കഴിക്കുന്ന സമയത്ത് ലാസ്റ്റ് നമുക്ക് ഇലയിലോട്ട് ഒഴിച്ച് ഒരു പപ്പടവും കൂടെ വെച്ച് ഒരു പിടി അങ്ങ് പിടിക്കാൻ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. സദ്യക്ക് നമ്മൾ പായസം തയ്യാറാക്കുന്നതിന് പകരം ഈ ഒരു മധുര പലഹാരം അല്ലെങ്കിൽ മധുരമായിട്ടുള്ള ഒരു പായസം തയ്യാറാക്കി നോക്കൂ. സദ്യ തയ്യാറാക്കുന്നതും ഈസിയാണ്, അടിപൊളിയായിട്ട് സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ ദാ ഇതേപോലെ ഒന്ന് കണ്ടല്ലോ, ഞാൻ ഇതാ ഒരു ഇലയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു പപ്പടവും കൂടെ വെച്ച് നല്ലോണം ഒന്ന് കുഴച്ച് അങ്ങോട്ട് ഒരു അടി അടിക്കണം. സൂപ്പർ ആയിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ള തേങ്ങാപ്പാലും ശർക്കരയും എല്ലാം കറക്റ്റ് പരുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചും ടേസ്റ്റ് അനുസരിച്ചും കൂട്ടിയും കുറച്ചും ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഹാപ്പി ഓണം.